നിങ്ങളുടെ വയസ്സ് എത്രയാണ്? നിങ്ങളുടെ വയസ്സ് എത്രയാണ്? താങ്കളുടെ വയസ്സ് എത്രയാണെന്ന് ഒരാൾ ചോദിക്കൽ ഇന്ത്യയിൽ എങ്ങനെ? ആപ്കാ ഉമർ കിത്നാ ഹേ? തെറ്റ്. ആപ്കി ഉമർ എന്നാണ്. ആപ്കി ഉമർ ക്യാ ഹേ? ആപ്കി ഉമർ ക്യാ ഹേ? നിങ്ങളുടെ വയസ്സ് എന്താണ് അങ്ങനെ ചോദിക്കുക. എന്നാ പൊതുവെ ചോദിക്കാറുള്ളത്. ആപ്കി ഉമർ. മേരി ഉമർ 50 ഹേ. മേരി ഉമർ, എൻ്റെ വയസ്സ് 50 ആണ്. മേരി, ആപ്കി, തേരി എന്ന് പറയും. ബേട്ട തെരി ഉമർ കിത്തന ഹേ? തെരി ഉമർ കിത്തന ഹേ? നിന്റെ വയസ്സ് എത്രയാണ്? അപ്പോൾ ഉമർ എന്ന് പറയുന്നത് വയസ്സ് എന്നതാണ്. ഞാനിതിലൊക്കെ മനസ്സിലാക്കുന്നത് മറ്റു ഭാഷകളിൽ നിന്ന് ഹിന്ദിയിലേക്ക് കുടിയേറിയ അത്തരം വാക്കുകൾ നമ്മളെപ്പോഴും ഫെമിനിൻ വേർഡായിട്ട് കൂടുതൽ കാണാറുള്ളത്. അതൊരു കോമൺ ആണ്, എല്ലാം അതുപോലെ ആയിരിക്കില്ല. ഈ ഉമർ എന്നുള്ളത് അറബിയിൽ നിന്നും, അപ്പോൾ പേർഷ്യൻ ഭാഷകളിൽ നിന്നും അറബി ഭാഷയിൽ നിന്നൊക്കെ വന്ന ധാരാളം വാക്കുകളുണ്ട്. അത്തരം ആ വാക്കുകളൊക്കെ പൊതുവെ ഇവർ ഉപയോഗിക്കുന്നത് ഫെമിനിൻ വേർഡായിട്ട്. അപ്പം മേരി ഉമർ, തേരി ഉമർ എന്ന് പറയും. അപ്പോൾ ഉമർ എന്ന് പറയും. ഓക്കെ, വയസ്സ് എത്രയാണ്? അതുപോലത്തെ ഒരു വാക്കുകൂടി ഇപ്പം നമ്മൾ പഠിക്കുക. ജഗ്ഗ എന്ന് പറയും. ये जगह, ये जगह अच्छी जगह है. ജഗ സ്ഥലം എന്നാണ്. ये तो अच्छी जगह है. ഇതൊരു നല്ല സ്ഥലമാണല്ലോ. ഈ ജഗ മേരി ഹേ. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വിരിച്ചിരുന്നിരുന്നു. അങ്ങനെ ഞാനത് ഒരു പാർക്കിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇരിക്കുന്നിടത്ത്, ഞാൻ ഒരു ക്രൗഡ് കൂടുന്നിടത്ത് ഞാൻ ഇരുന്നു. അങ്ങനെ അവസാനം ഞാൻ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്ഥലത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഭായി, യെ മേരി ജഗ ഹേ, യെ മേരി ജഗ ഹേ. ഇത് എൻ്റെ സ്ഥലമാണ്. മേരി ജഗ്ഗ ഹേ, ഇത് എൻ്റെ സ്ഥലമാണ് എന്നാണ്. ഓക്കെ, അപ്പം ജഗ്ഗ എന്ന് പറയുന്ന സ്ഥലം എന്നാണ്, മേരി ജഗ്ഗ ഹേ. അതുപോലെ തന്നെ കുർസി എന്ന് പറയുന്നതും ഇതുപോലെ മറ്റ് അറബ് വാക്കിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതും കുർസി എന്നുള്ളത്. മേരി കുർസി പെ മത് ബൈഠന, മേരി കുർസി പെ തും മത് ബൈഠന, എൻ്റെ കസേരയിൽ നീ ഇരിക്കണ്ട. അപ്പം കുർസി എന്ന് പറയുന്നതും ജഗ്ഗ എന്ന് പറയുന്നതും ഉമർ എന്ന് പറയുന്നതൊക്കെ ഫെമിനിൻ വേർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ മനസ്സിലായോ? ഏ ബഹുത് ബഡി ബഡി ബഹുത് അച്ഛാ ജഗ്ഗാഹെ, അച്ചി ജഗ്ഗാഹെ എന്ന് പറയല. അത് നമ്മുടെ നാവിൽ കിട്ടുന്നതന്നെയല്ല. കാരണം അതിന് മാത്രം നമ്മൾ അച്ഛാ ബഡ എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയി. അതുകൊണ്ട് ഇന്ന് മുതൽ ഇനി നിങ്ങൾ മാറ്റുക. ഹിന്ദി ഭാഷ ഹിന്ദിക്കാർക്ക് തോന്നണം ബഹുത് ബഡിയ, ഇൻ ലോഗ് അച്ചി തറ ഹിന്ദി ബാത് കർത്തെ ഹേ എന്ന് അവർ പറയണം. അതിനുവേണ്ടി ശ്രമിക്കുക. ബഹുത് ധന്യവാദ്. ഖുദാ ഹാഫിസ്.